ഒരുപാട് കാലമായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഗുണ്ടിൽപേട്ട പൂവ് പൂത്ത് കാണാൻ പോവാ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് മീൻ കിട്ടിയോ? അപ്പൊ ഇന്നത്തെ വിശേഷം അതാണ്. ഒരുപാട് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഇന്ന് ഒരു ലോങ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ മീൻ പിടിക്കാൻ വലിയ വലയൊക്കെ ഇട്ടിട്ട് മീൻ കിട്ടുമോ എന്തരോ എന്ന്. ഇതാ മതി ചൂട്, ഇതാ നല്ല ചൂട്. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അപ്പം നമ്മുടെ കാട് കയറുന്നതിന് മുമ്പായിട്ട് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് യാത്ര തുടരാമെന്ന് കരുതിയിട്ട് തിരുനെല്ലി എത്തുന്നതിന് മുമ്പായിട്ട് കാട്ടിക്കുളം ഒന്ന് നിർത്തിയതാണ്. ഹലോ, ഞാൻ മജീദിന്റെ മോള്. ഓയ് ഓയ് എന്നെ കണ്ടിട്ട് മിണ്ടാണ്ട് പോയി. ബഷീറിന്റെ മോൻ വണ്ടിയിലുണ്ട്, കണ്ടോ? അങ്ങനെ റോഡിലുള്ള പട്ടിയോടും പൂച്ചയോടും ആടിനോടൊക്കെ കഥ പറഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ ആനയുണ്ട്, മയിലുണ്ട്, മറ്റേ കടുവ വരെ ഉള്ളതൊന്നും വരെ ഇല്ലാത്ത രണ്ടെണ്ണവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൂട്ടി കൊണ്ടുപോകുന്നത്. പക്ഷേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ ഒരാകാംക്ഷയായിരുന്നു. പക്ഷേ ആകാംക്ഷ അങ്ങോട്ട് എന്താ പറയുക, പൂർണ്ണമായിട്ടും തെറ്റിയിട്ടൊന്നും ഇല്ല എന്ന് പറയാം. പൊതുവെ ഈ ഒരു വഴിക്ക് ആദ്യമായിട്ടാട്ടോ പോവാറ്. ഒന്നെങ്കിൽ നമ്മുടെ താമരശ്ശേരി ചുരം വഴി പോവും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കുറ്റ്യാടി ചുരം വഴിയൊക്കെയാണ് പോവാറ്. ഇത് വേറെ ഒരു കാടിനുള്ളിൽ കൂടിയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. എന്തെങ്കിലും കാണാമെന്ന് കരുതിയിട്ട് കൊണ്ടുപോയതാട്ടോ. തിരുനെല്ലിക്ക് പോകുന്ന വഴിക്ക് ഫേമസ് ഓറഞ്ച് ഫോം, ഓറഞ്ച് ഡ്രസ് മേടിക്കാൻ പോയി. തിരുനെല്ലിക്ക് ഇവിടുന്ന് അങ്ങോട്ട് 13 കിലോമീറ്റർ കേട്ടോ. ഈ റോഡ് കൊട്ടയോ കൊട്ടയോ കുട്ട. മാങ്ങയാ? മാങ്ങ 4 അല്ലേ? വേണ്ട, നമുക്ക് നാളത്തോട് കൂടി നാളത്തെ വേണ്ട. തേനെല്ലിക്ക വെള്ളം വാങ്ങിയോ? വെള്ളം വാങ്ങിയോ? ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഉണ്ണിയപ്പാട്ടോ. തിരുനെല്ലിക്ക് പോകുന്ന റൂട്ടിൽ. എടാ സ്ഥലപ്പേരെന്താ? സ്ഥലപ്പേരെന്താ അവിടെ? അതിന്റെ പേരെന്താ?
ഇവിടുത്തെ സ്ഥലപ്പേര് അറിയില്ല. ഭയങ്കര ഫേമസ് ആണ്. ആ നല്ല ചൂടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കഴിക്കുന്നില്ല. വേണ്ട, അങ്ങനെ പേട്ടെ. മാങ്ങ ഇടവണേ. പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് ഉപ്പുമില്ല, പുളിയില്ല, മധുരവും ഇല്ല. കാണിച്ചേ വേണ്ടേ ഗ്ലാസ് പോലല്ലേ. കിട്ടിയില്ല. നേക്കു കന്നഡ ಗೊತ್ತಿല്ല, എന്നാലും കന്നഡ സംസാരിക്കുന്ന ആൾക്കാരുടെ ഷോപ്പ് കയറിയതാട്ടോ കുപ്പിവള മേടിച്ചിടാൻ. വീട്ടിൽ നോക്കിയപ്പം ഒക്കെ ചെറുതായിപ്പോയി. ഞാൻ കുറച്ച് തടി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് കുപ്പിവള മേടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഷോപ്പിലുള്ള രണ്ടാളും നല്ല സ്വഭാവമായിരുന്നു കേട്ടോ. ഞാൻ പറയുന്നത് ഓൽക്കും മനസ്സിലാവുന്നില്ല, ഓല് പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ കന്നഡ എനിക്ക് ಗೊತ್ತಾൻ അറിയില്ല എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു. പങ്കജ ഇവിടെ ഉണ്ടായി നിങ്ങളുടെ അവിടെനെ ഇപ്പൊ ഇവിടെ ഉണ്ട്. എന്താ പങ്കജ ഒരു പേര്? പങ്കജ ആ പേര്. എല്ലാം ഒരു എടുക്കപ്പാ പൊട്ടു. അവർ അവരുടെ നാട്ടിൽ പങ്കജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയുടെ ഒരു പേരുണ്ട്, മലയാളി പേരാണല്ലോ പങ്കജ. അതാണ് തോന്നുന്നു അവർ ഗൊത്തിയത്. ഏതായാലും ആ ഗൊത്തും വാങ്ങിയിട്ട് ഞാൻ കുപ്പിവളയും വാങ്ങി ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഒരു ഡസൺ വളക്ക് 50 രൂപ. നാട്ടിലാണെങ്കിലും ഇവിടെയൊക്കെ കണക്കാണ്. അപ്പോൾ അത് മേടിച്ച് ഞാനിങ്ങ് പോന്നു. അങ്ങനെ ഞങ്ങൾ കയറാൻ പോകുന്ന ഫോറസ്റ്റ് ഇതാട്ടോ. അവിടെ ഒരു എന്താ പറയുക, പുലി ഉണ്ട് എന്ന് തന്നെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. വരയുള്ള പുലിയാണോ വരയില്ലാത്ത പുലിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അവിടെ എത്തിയാൽ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്യണം. അവിടുന്ന് നമുക്ക് അവിടുത്തെ ഫീസും കൊടുത്ത് ഇത്ര മണിക്കൂർ കൊണ്ട് അടുത്ത ചെക്ക് പോസ്റ്റ് ഇറങ്ങണമെന്നുണ്ട്. ഇല്ല വെച്ചാൽ ഫൈനാണ്. കാരണം നമ്മൾ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും നിർത്തുകയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക വെച്ചാൽ അവർ അവിടുന്നൊരു ഇത് തരും. അത് തന്ന് ഒരു എന്താ പറയുക, ഒരു നോട്ടീസ് തരും. ആ നോട്ടീസ് അപ്പുറത്തുള്ള എടുത്ത് എൻ്റർ ചെയ്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. ഇവിടെ കടുവയുണ്ട്, പുലിയുണ്ട് എന്നൊക്കെ പറയായിരിക്കും. മയിലേ, വളരെ നല്ല വിളിച്ചത്. മയിലേന്നാ വിളിച്ചത്. മയിലേ ഡോ ബനെ പീലൊന്ന് വിടർത്തുവോ? എന്താ അവിടെ പഠിക്കുന്നത്? ചുമണ്ട മരുന്നാണോ? തുളസി കപ്പ് സിറപ്പ് കഴിച്ചാൽ നല്ല മുട്ട. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാട്ടിൻ്റെ അകത്തുനിന്നൊരു വല്ലാത്തൊരു അലർച്ച. അപ്പം ഞങ്ങൾ വിചാരിച്ചു വല്ല മാനിനെ എങ്ങാനും പുലി പിടിച്ചോ എന്നുള്ള ആകാംക്ഷഭരിതമായിട്ടൊന്നായിട്ട് സൂം ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. പിന്നെ മാനിൻ്റെ കൊമ്പ് കണ്ട്. അപ്പോൾ തോന്നി മാൻ ചേട്ടന് ചുമ വന്നതായിരിക്കാം, മേ ബി, അറിയില്ല കേട്ടോ. എന്തായാലും വല്ലാത്തൊരു പേടിപ്പെടുത്തുന്നൊരു ശബ്ദമായിരുന്നു അത്. അതുകൊണ്ട് അധികം നിൽക്കാനില്ല, മെല്ലങ്ങ് പോകും. എന്റെ ബലമായ സംശയം പുലിയോടെ
ഇവിടെ ഞാനില്ല. ഇവിടെ മാനക്കുണ്ട് കൊറേ ഇതൊന്ന് മാനെങ്ങാനും പിടിച്ചിട്ടുണ്ടോ അതെ അതാക്കുന്നല്ലേ. സുലൈമാൻ ആശം പിടിച്ചിട്ടുണ്ട് ദേ ബഷീറില്ലേ മോമിടണ്ട് അതൊന്ന് വന്നോട്ടടേ. മാണ്ട് ഓടരുത് ഓടി വരുന്നോ? വാ ബിരിയാണി ഉണ്ടാക്കാം. പോരുന്നോ? ബിരിയാണി ആക്കാവാ. ബിരിയാണി നോക്കണ്ട, ഞാൻ മജീദിന്റെ ഇളയ മോള്, മക്കളും ഉണ്ട്. പോട്ടെ. ആ മരത്തിന് ഇളക്കം കൂടുതലാ. ഇതാ. പേലി വരുമോ? മുമ്പോട്ട് ആശാൻ പോവാന്ന് എടോ അരുണുണ്ട്, കണ്ടില്ല? കുറച്ചുകൂടി ഫോണും പിടിച്ചു പോകുമ്പോ അരുണുണ്ട് വയ്യേക്ക്. കണ്ടീനിയോ അരുണുണ്ട്. കണ്ടില്ല? പുറത്ത് വന്നാ കാണാ. കണ്ടോ അരുണുണ്ട്. പോകന്റെ മൊബൈൽ ഭർത്താവേ നല്ല ചാടുവനെ കൊമ്പടിയൂ. കരടി കരടി പന്നി, കാട്ടുപന്നി. കാന്താരല്ലേ അതോ ഞാനുണ്ടോ പന്നിയെ അങ്ങോട്ട് വരുന്നു. കാട്ടില് പശുവിനെ കൊണ്ടുവച്ചിട്ട് രണ്ടെണ്ണത്തിന് തല്ലെങ്കിൽ ഇഞ്ഞോളൂ ഓളും ഇഞ്ഞും പറഞ്ഞിട്ട് തോടാണ്. എന്നെഞ്ചമ്മ ചോദിച്ചീനു ആനെ ഉമ്മ ചോദിച്ചീനെന്നാ ഐഡി വെച്ചു. ഒരു വെറൈറ്റി പൂവ് കണ്ടിട്ട് അതൊന്ന് നോക്കാൻ പോവുക കേട്ടോ. എന്താണെന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. റീലെടുക്കാൻ വേണ്ടി ചടങ്ങ് പോവുക കേട്ടോ. പാമ്പ് കടിച്ചാ നിന്നെ ഫസ്റ്റ്. എന്താണ് പൂവ്, എന്താണ് കൃഷി എന്നറിയില്ല കേട്ടോ. ഗുണ്ടിൽപേട്ട് കണ്ട് നിർത്തിയതാണ്. മണമുണ്ട്.
എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷേ അടിപൊളിയാ. കടലയാണ്, കടല അങ്ങനെ ഉണ്ടാവും. തീരുമ്പലൊരു കായുണ്ട്. ഇത് കണ്ടിട്ടാ ഞാൻ കടലയാണോ എന്ന്. എന്തോ ചിലപ്പോ കൃഷി ചെയ്യുന്നതിന്റെ മുമ്പ് അവര് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇതാക്കാറുണ്ട്. ഇനി അങ്ങനെയാണോന്നും അറിയില്ല കേട്ടോ. ഇതെന്താന്ന് അറിയുന്ന ആൾക്കാരുണ്ട്, കമന്റ് ചെയ്യണേ. ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു കടലയാണ്. പക്ഷെ കടല മണ്ണിന്റെ ഉള്ളിലല്ലേ ഉണ്ടാവുക. എന്തോ ഒരു സാധനം. അത് ഫോണങ്ങടെ മുള്ളു നട്ടുക. പോകുന്ന വഴി ഒരു ഡാം കണ്ടതാട്ടോ. ആദ്യമായിട്ടാണ് ഗുണ്ടിൽപേട്ട ഭാഗത്തേക്കൊരു ഡാം കാണുന്നത്. അതൊരു കൗതുകമായിട്ട് തന്നെ നോക്കി നിൽക്കുകയും ചെയ്തു കേട്ടോ. ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല. പോകുന്ന വഴിക്കൊന്ന് വീഡിയോ എടുത്തതാ. റോഡ് പറയണ്ടപ്പോൾ വളരെ മോശമാണ്. റോഡ് പണി നടക്കുക കേട്ടോ. പക്ഷേ വലിയ ഡാമാണ്. ഇറങ്ങി ആ കാഴ്ചകൾ കാണാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇറങ്ങരുത് എന്നുള്ള ബോർഡുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടു. അങ്ങനെ ആദ്യം തന്നെ മല്ലികത്തോട്ടത്തിലേക്കാട്ടോ എത്തിയത്. 100 രൂപയാണ് എൻട്രി ഫീസ്. അയാൾ പറഞ്ഞ് 100 രൂപ തന്നാൽ മതി, നിങ്ങൾ എത്ര പൂവ് വേണമെങ്കിലും ഇവിടുന്ന് പറിച്ചോളി, എത്ര വീഡിയോ വേണമെങ്കിലും എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ സ്വന്തം പറമ്പായി മാറിയിട്ടോ അത്. അങ്ങനെ ഫസ്റ്റ് മല്ലികത്തോട്ടത്തിൽ നിന്ന് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു. മല്ലികപ്പാടത്ത് നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ചെട്ടിത്തോപ്പിലേക്ക് പോയതാണ്. തൊട്ടടുത്ത് തന്നെയാണ്. ഒരുപാടുണ്ട് കേട്ടോ, അങ്ങ് ദൂരെ വരെ ഉണ്ട്. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്നോളി, എത്ര വീഡിയോ വേണമെങ്കിലും എടുത്തോളി എന്നൊക്കെ പറഞ്ഞതാട്ടോ. അപ്പോൾ ഓറഞ്ച് ചെട്ടിയാണ്, മഞ്ഞ ചെട്ടി വിടർന്നിട്ടില്ല, വിടർന്ന് വരുന്നേ ഉള്ളൂ. സൂര്യകാന്തി ആണെങ്കിലും വിടർന്ന് വരുന്നേ ഉള്ളൂ. പക്ഷേ സൂര്യകാന്തി വേറെ സ്ഥലത്ത് വിടർന്നതുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എത്ര സമയം വേണമെങ്കിൽ നമുക്ക് നിൽക്കുകയും ചെയ്യാം. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആട്ടോ നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത്. അങ്ങനെ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോസൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ശബ്ദം കേട്ടോ. എന്താണെന്നുള്ളത് ആദ്യം ആർക്കും മനസ്സിലായില്ലേ. അങ്ങനെ പിന്നെ ആ ശബ്ദത്തിൻ്റെ പുറകെ പോയിട്ടോ. എന്താണെന്നുള്ളത് കാണിച്ചു തരാവേ. ഇത് ശബ്ദം എവിടുന്നാണ് കേൾക്കുന്നതെന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. വല്ലാത്തൊരു ശബ്ദമായിരുന്നേ. അപ്പം ഞാൻ കരുതി അവിടെ ഈ സൗണ്ട് സിസ്റ്റം പിടിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും പൂ പറിക്കുന്നതിനോ നശിപ്പിച്ചിട്ട് പോകുന്നതിനോ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയേ. പക്ഷെ അതൊന്നും അല്ല. അവിടെ എത്തി നോക്കുമ്പം വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാട്ടോ കാണാൻ പറ്റിയത്. ഈ കുളത്തിൽ നായി വന്ന് വീണതാണ്. എപ്പോഴോ വീണിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയം തൊട്ട് ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചതുമില്ല. പിന്നെ അരുണ് ചെന്ന് നോക്കിയ സമയത്താണ് ഈ നായി കിടക്കുന്നത് കണ്ടത്. ഇതിനെങ്ങനെ നോക്കിയിട്ടും കയറാനും പറ്റുന്നില്ല. അതെല്ലാം കൂടി ഇങ്ങനെ വിറയ്ക്കുക ചെയ്യുന്നത്. എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കൊട്ട് പിടുത്തവും കിട്ടുന്നില്ല. ആ വണ്ടി പോയിട്ടേ എന്റെ ഷാളുണ്ട്, അല്ല ഷാള് അതിൻ്റെ നഖം കുടുങ്ങി കിടക്കും. ചെല്ലേ കേട്ടോ. ഏട്ടനൊന്ന് കൈ കൊടുത്തു പോയി. എന്തല്ലേ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അടി ഉണ്ടല്ലോ. ഓ കുറച്ച് വെള്ളം കുടിച്ചു. അയ്യോ പൊതിപ്പിച്ച് തരാനൊന്നുമില്ലല്ലോ കുഞ്ഞ്. അയ്യോ വിറയ്ക്കുന്നതിന്. ഇതേ ഗുണ്ടിൽപേട്ടാണേ. ഓ ഉള്ളി കൃഷിയാട്ടോ, വെളുത്തുള്ളി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ പറിച്ചോളം പറഞ്ഞിട്ട് പറിക്കുകയാണേ.
അയ്യോ അതൊന്നും ആയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഉള്ളി പറിക്കുന്നത്. ഒരു മാസം കൂടി കഴിയണം. ഇത് വെളുത്തുള്ളിയാണോ അല്ലെ സാധാ ഉള്ളിയാണോ? പക്ഷെ സാധാ ഉള്ളിനെ പോലെ അപ്പൊ ഇതാണ് ഉള്ളി. കാണാത്തവരുണ്ടെങ്കിൽ പണ്ടൊക്കെ ഇങ്ങനെ കളിയാക്കി പറയായിരുന്നു. ഓരോരുത്തർ ഉള്ളിക്കച്ചവടത്തിന് പോയിന്ന് ഈ മരിച്ച ആൾക്കാരെ പറ്റിയൊക്കെ കളിയാക്കി പറയായിരുന്നു. ആദ്യമായിട്ടാ ഞാൻ ഉള്ളി എടുത്ത് നമ്മളെ നല്ല മണം. അയ്യോടാ, അവനിപ്പോ ഉള്ളിക്കൃഷി തുടങ്ങാൻ വേണ്ടിട്ട് അവന് പറ്റിയ കൃഷിയാ ഉള്ളിക്കൃഷി. ഒരു മാസം കൂടി കാണാതെ ഇവന് പറ്റിയൊരു കൃഷിയാണ് ഉള്ളി. കാരണം എന്താ വെച്ചാല് തൊലിക്കും തോറും ഒന്നും ഉണ്ടാവില്ല. തൊലിക്കല്ലേ. അപ്പൊ അങ്ങനെയാണ്. ഇതാട്ടോ പാടം വരുന്നത്. വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പം വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടൊരു മലയാളികളുടെ ഒരു ഹോട്ടൽ, ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നേ, K57 എന്ന് പറഞ്ഞ് കൊടുവള്ളിക്കാരുടെ. അപ്പോൾ അവിടേക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നാണെങ്കിൽ പോരാനും തോന്നുന്നില്ല കേട്ടോ. മനസ്സിനൊക്കെ വിഷമമുണ്ടേ നമുക്ക് ഇവിടെ വന്നിരുന്നാൽ ആ വിഷമമൊക്കെ എങ്ങനെ എവിടെ പോയി എന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. ചെന്നിക്കാട്ടി വലുതും വളത്തില് നാട്ടിലുള്ള ആൾക്കാരുടെ ഒന്നിനെടുത്തോ, പിന്നെ രണ്ടെടുത്തോ. ഒന്നിനെ നമ്മൾ 3 പിടിക്കുമ്പോഴേക്ക് കാര്യമാണ്. പിന്നെ റൂട്ടി ആകുമ്പോഴേക്ക് 40 രൂപ. നമുക്ക് ഇഷ്ടപ്പെട്ട നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ഹോട്ടൽ കണ്ടിട്ട് കയറിയതാ മലയാളീസിന്റെ. പോയേനെ. രസമുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നേരെ സൂര്യകാന്തി തോപ്പിലേക്കാട്ടോ പോയത്. ഇവിടെയും കയറാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലിക്ക് 100 രൂപയാണ്. എത്ര സമയം വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇവിടുന്ന് പൂ പറിക്കാനൊന്നും ഉള്ള അനുമതി തന്നിട്ടില്ല കേട്ടോ. നമ്മളായിട്ട് പറിച്ചിട്ടില്ല. മറ്റിടത്തുനിന്ന് അങ്ങനെയല്ല, നിങ്ങൾക്ക് പൂവൊക്കെ വേണേൽ ഇഷ്ടം പോലെ പറിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും മനോഹരമാണ്. ആരും കണ്ടിട്ടില്ലേ ഒന്ന് വേഗം പോയി കണ്ടോളൂ കേട്ടോ. എത്ര വലിയ സൂര്യകാന്തിയാണെന്നറിയോ? ഈ ഒരു സൂര്യകാന്തി പാടത്ത് വെച്ചിട്ട് ഒരു പക്ഷേ ഏറ്റവും വലുത് ഇതായിരിക്കും കേട്ടോ. കാരണം ഇത്രമേ വലുത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലേ. എന്തൊരു ഭംഗിയാലേ. പണ്ട് നമ്മള് സൂര്യനെ വരച്ചിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ ലൈൻ ഇടുന്ന കണ്ടില്ലേ, അതേപോലെ തന്നെയല്ലേ. അറിഞ്ഞിട്ട പേരാ സൂര്യകാന്തി എന്നുള്ളത്. പ്രണയിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത്രമേൽ ഭംഗിയുണ്ട് അല്ലേ. ചോളം എനിക്ക് പിടിച്ചു തോന്നുന്നു. എനിക്ക് കുറച്ച് മതി. ഞാൻ പത്തുന്ന കയറുന്നു. രണ്ടാളും കൂടി പാത്തൂന് കൊടുക്കാതെ തോന്നുന്നു. ചൂടുണ്ട്. നോക്ക് വേണ്ട മോളെ, വേണ്ട അല്ലേ. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ഒരു ആനനെയും കണ്ട് നേരെ വീട്ടിലോട്ട് കേട്ടോ.